محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الحدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രാവർത്തികമാക്കണമേ എന്ന് സ്വന്തത്തോടും തുടർന്ന് നിങ്ങളെ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്. അതർഹിക്കുന്നതിൻ്റെ ഗൗരവത്തിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. അർഹമറാഹിമായ തമ്പുരാൻ അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്ന യഥാർത്ഥ നല്ല ദാസന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യ സഹജമാണ് ധൃതി കാണിക്കുക എന്നുള്ളത്. പ്രകൃതിയിൽ ജീവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന ഒരു സ്വഭാവമാണ് തിരക്ക് കൂട്ടുക എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത് ഖുലിഖൽ ഇൻസാനു മിൻ അജൽ, ധൃതി കാണിക്കുന്നവനായിക്കൊണ്ടാണ് മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ്. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വകാനൽ ഇൻസാനു അജൂല, മനുഷ്യനേറെ തിടുക്കം കൂട്ടുന്നവനാണ് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും പറഞ്ഞു, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെയും ഖിദർ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെയും ചരിത്രങ്ങൾ സൂറത്തുൽ കഹ്ഫ് നമ്മളൊക്കെ വായിക്കുമ്പോൾ, ഇന്ന് നമ്മൾ ഓതിയ ആ സൂറത്തുകളിലൂടെ കടന്നു പോകുമ്പോൾ ദീർഘമായ ചരിത്രങ്ങൾ അവിടെ വിശദീകരിക്കുന്നുണ്ട്. ആ ചരിത്രത്തെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത്, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ധൃതി കാണിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഇനിയും പല കഥകൾ നമുക്ക് കേൾക്കാമായിരുന്നു എന്ന് പ്രവാചകൻ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ധൃതി വെടിയുക എന്നുള്ളതും
സാവകാശം കൈകൊള്ളുക എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആവശ്യകരമാണ്. എന്തെല്ലാം കാര്യത്തിൽ നമ്മൾ ധൃതി കാണിക്കണം, എന്തെല്ലാം കാര്യത്തിൽ നമുക്ക് ധൃതി കാണിച്ചുകൂടാ എന്നുള്ളത് കൃത്യമായി പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ധൃതി കാണിക്കേണ്ട കാര്യങ്ങളിൽ ധൃതി കാണിച്ച്, ധൃതി കാണിക്കാൻ പറ്റാത്ത കാര്യങ്ങളിൽ ധൃതി കാണിക്കാതിരുന്ന്, അങ്ങനെ ഒരു വിശ്വാസി അവന്റെ തീർപ്പ് കൽപ്പിക്കുന്ന കാര്യങ്ങളിലും നിയന്ത്രിക്കേണ്ട കാര്യങ്ങളിലൊക്കെ അവൻ നിയന്ത്രിച്ചു പോരുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും അവന്റെ ബുദ്ധിയും അവന്റെ ഹൃദയ സമാധാനവും ആ അവധാനതയിലൂടെ അവൻക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഈ സ്വഭാവം നമ്മളോട് വിളിച്ചോതുന്നത്. എന്നാൽ അവധാനത, ധൃതി നമ്മൾ നിയന്ത്രിച്ചിട്ടില്ല എങ്കിൽ മനുഷ്യൻ വഴികേടുകളിലേക്കും തെറ്റുകളിലേക്കും ദുർമാർഗങ്ങളിലേക്കും പൈശാചികമായ തന്ത്രങ്ങൾ, അവന്റെ ആധിപത്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം മനുഷ്യനെ സംരക്ഷിക്കാൻ നമുക്ക് സാധ്യമാകുന്ന ഒന്നാണ് അവധാനത, തിരക്ക് കൂട്ടാതിരിക്കുക, ധൃതി കാണിക്കാതിരിക്കുക എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ പ്രീതിയും ഇഷ്ടവും കരസ്ഥമാക്കുന്ന ഒന്നാണ് ഇത്തരം സ്വഭാവ ഗുണങ്ങൾ എന്നുള്ളത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വിഷയത്തെക്കുറിച്ച് പറഞ്ഞു തന്നിട്ടുള്ളത്, അൽ അനാതു മിനല്ലാഹ്, സാവകാശം എന്ന് പറയുന്നത് അള്ളാഹുവിൽ നിന്നാണ്. വൽ അജലതു മിനശ്ശൈത്വാൻ, തിരക്ക് കൂട്ടുക, ധൃതി കാണിക്കുക എന്ന് പറയുന്നത് അത് പിശാചിൽ നിന്നാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്താണ് സാവകാശം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അള്ളാഹുവിൽ നിന്നാണ് എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അള്ളാഹു ഇഷ്ടപ്പെട്ട പ്രതിഫലങ്ങൾ ലഭിക്കുന്ന കാര്യങ്ങൾ, അത് അതിൻ്റെ അവധാനതയിൽ ധൃതി കാണിക്കാതെ ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ ധൃതി കാണിക്കുക അത് പിശാചിൽ നിന്നാണ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിശാച് വസ്വാസിലൂടെ ധൃതി കാണിക്കാൻ നമുക്ക് പ്രേരണകൾ ഉണ്ടാക്കുമെന്നുള്ളതാണ്. അങ്ങനെ ആ ധൃതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ കാര്യങ്ങൾ ഉറപ്പുവരുത്താതെ, അതിൻ്റെ പര്യവസാനങ്ങളെക്കുറിച്ച് ആലോചിക്കാതെ, ചിന്തിക്കാതെ പലതും നമ്മൾ എടുത്തുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യുകയും അവസാനം അതിൻ്റെ പര്യവസാനത്തിൽ നമുക്ക് ഖേദിക്കേണ്ടി വരികയും ചെയ്യുന്നൊരവസ്ഥകൾ ഉണ്ടാകും. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, സാവകാശമെന്നുള്ളത് അള്ളാഹുവിൽ നിന്നാണെന്നും ധൃതി പിശാചിൽ നിന്നാണ് എന്ന് നമുക്ക് പഠിപ്പിക്കാനുള്ള കാരണം. അതുകൊണ്ട് ഏതൊരു കാര്യവും നമ്മൾ ചെയ്യുമ്പോൾ അത് ചിന്തിച്ച് അവധാനതയോടുകൂടി കൂടിയാലോചനകൾ നടത്തിക്കൊണ്ടാണ് ഒരാൾ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് എങ്കിൽ അവന്റെ പ്രവർത്തനങ്ങളിൽ അവന് വിജയങ്ങൾ കണ്ടെത്താൻ സാധിക്കും. അല്ല, ആളുകളുമായി കൊണ്ട് കൂടിയാലോചനകൾ നടത്താതെ പ്രവർത്തനങ്ങളിൽ ധൃതി കാണിച്ച്
നമ്മൾ അതിൻ്റെ പരിണിത ഫലങ്ങളെക്കുറിച്ച് പോലും ആലോചിക്കാതെയും ചിന്തിക്കാതെയുമാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ വലിയ ദുരന്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേടിയെടുക്കേണ്ടി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിൻ്റെ 24 അംശങ്ങളിൽ ഒരു അംശമാണ് യഥാർത്ഥത്തിൽ അവധാനത, ധൃതി കാണിക്കാതിരിക്കുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വിശദീകരിച്ചു തന്നു. അതുകൊണ്ട് പ്രവർത്തനങ്ങളിൽ ധൃതി പാടില്ല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഉന്മേഷവും ഉണർവും ഊർജസ്വലതയും ഇല്ലാതെ അലസതയോടുകൂടി ബലഹീനമായി കാണിച്ച് വളരെ മടുപ്പോടുകൂടി കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതല്ല. ധൃതി കാണിക്കാതിരിക്കുക, അല്ലേ, അവധാനത ഉണ്ടാവുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. മറിച്ച് വരും വരായ്മകതകൾ കൃത്യമായി ബോധ്യപ്പെട്ടുകൊണ്ട് അതിനെ ഭംഗിയായി ചിന്തിച്ച് ആലോചിച്ച് ഉന്മേഷത്തോടു കൂടി എടുത്തുചാട്ടങ്ങളില്ലാതെ പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ചരിത്രത്തിൽ നിന്ന് ഞാനൊരു സംഭവം വിശദീകരിക്കാം. ഹിജറ 8-ാം വർഷത്തിൽ അറേബ്യൻ ഉപദ്വീപിൽ കിഴക്കേ പ്രവിശ്യയായിട്ടുള്ള, അതിൻ്റെ പഴയ പേരാണ് ബഹ്റൈൻ എന്നാണ് അതിൻ്റെ പഴയ പേര്, അബ്ദുൽ ഖൈസ് കുടുംബത്തിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ പ്രവാചകനെ കാണാൻ വേണ്ടി മദീനയിലേക്ക് പുറപ്പെട്ടു. എന്തിനാണ് അവർ മദീനയിലേക്ക് പുറപ്പെട്ടിട്ടുള്ളത്? ഇസ്ലാം സ്വീകരിക്കാനുള്ള ആഗ്രഹമായിരുന്നു ആ യാത്രയെ അവരെ പ്രേരിപ്പിച്ചിട്ടുള്ളത്. ആ യാത്രയിൽ അവരുടെ നേതാവ് എന്ന് പറയുന്നത് അഷദ് അബ്ദുൽ ഖൈസ് എന്ന ഒരാളായിരുന്നു. അദ്ദേഹം കൂട്ടത്തിൽ 20ഓളം ആളുകൾ അദ്ദേഹത്തിന്റെ കൂടെയുണ്ട്. കൂട്ടത്തിൽ അദ്ദേഹം വിരൂപന, കാണാനും പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ഒരു രൂപങ്ങളൊന്നും അദ്ദേഹത്തിനില്ല, വിരൂപനാണ്. പക്ഷേ ഒരു നേതാവാകാനുള്ള എല്ലാ ക്വാളിറ്റിയും അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ അവർ യാത്ര ചെയ്തുകൊണ്ട് മദീനയിലെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ വരവും കാത്തുകൊണ്ട് പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ 20 അംഗ സംഘം ആളുകൾ പ്രവാചകനെ കണ്ടപ്പോൾ അവർ ആവേശഭരിതരായിക്കൊണ്ട് വാഹനപ്പുറത്തു നിന്ന് ചാടിയിറങ്ങി, വസ്ത്രങ്ങൾ മാറ്റാതെ, അതുപോലെ തന്നെ വാഹനങ്ങളെ കെട്ടിയിടാതെ ഓടിച്ചെല്ലുകയാണ് അവർ. ആരുടെ അടുക്കലേക്ക്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക്. എന്നിട്ട് അവർ പ്രവാചകനെ കെട്ടിപ്പിടിക്കുന്നു. പ്രവാചകന്റെ കൈകളിലും കാലുകളിലും അവർ ചുംബനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ നേതാവായിട്ടുള്ള അഷദ് അല്പം സാവകാശം കാണിച്ചു. അദ്ദേഹം തൻ്റെ ഒട്ടകത്തെ, ആ വാഹനത്തെ എന്താക്കി? ഒരിടത്ത് അദ്ദേഹം എന്താക്കി? അതിനെ തളച്ചിട്ടതിനു ശേഷം വസ്ത്രത്തിൽ പുരണ്ട പൊടികളും ചെളികളുമെല്ലാം തട്ടിക്കൊണ്ട് തൻ്റെ ഭണ്ഡാരത്തിൽ നിന്ന് നല്ല വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് പ്രവാചകന്റെ സവിധത്തിലേക്ക് അദ്ദേഹം നടന്നു ചെന്നു. ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് സാഗൂതം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ എല്ലാവരെയും പള്ളിയിലേക്ക് സൽക്കരിച്ചു കൊണ്ടിരുത്തി. എന്നിട്ട് അവർക്ക് ഇസ്ലാമിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് എല്ലാവർക്കും പ്രവാചകൻ സമ്മാനങ്ങൾ നൽകി. അതിൻ്റെ നേതാവായിട്ടുള്ള അഷദ്ജിന് അല്പം കൂടുതൽ സമ്മാനം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകി.
എന്നിട്ട് പ്രവാചകൻ അശജ്ജിനോട് പറഞ്ഞു, ഇന്ന ഫീക ലഹസലതൈനി യുഹിബ്ബുഹുമുല്ലാഹുൽ ഹിൽമ വൽ അനാത്. നിശ്ചയമായും അശജ്ജ്, നിന്നിൽ 2 സ്വഭാവങ്ങളുണ്ട്. ആ 2 സ്വഭാവങ്ങളും അല്ലാഹു ഇഷ്ടപ്പെടുന്ന 2 സ്വഭാവങ്ങളാണ്. ഒന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത് ക്ഷമയാണ്. രണ്ടാമത്തത് അശജ്ജിനോട് പ്രവാചകൻ പറഞ്ഞത് വൽ അനാത്ത്, അത് അവധാനതയാണ്. നോക്കൂ നിങ്ങൾ, പ്രവാചകനോടുള്ള സ്നേഹം കൊണ്ടാണ് അവർ ആവേശത്തോടുകൂടി ആ സംഘത്തിലുള്ള ആളുകൾ പ്രവാചകന്റെ സവിധത്തിലേക്ക് ഓടിയെടുത്തിട്ടുള്ളത്, പ്രവാചകനെ അവർ ആലിംഗനം ചെയ്തിട്ടുള്ളത്, പ്രവാചകനെ അവർ ചുംബിച്ചിട്ടുള്ളത്. ആവേശത്തെ പ്രവാചകൻ അംഗീകരിച്ചു. പക്ഷെ എല്ലാവർക്കും പ്രവാചകൻ സമ്മാനങ്ങൾ നൽകിയപ്പോൾ അശജ്ജിനു മാത്രം അല്പം കൂടുതൽ സമ്മാനങ്ങൾ നൽകി. ആ സമ്മാനങ്ങൾ മാത്രമല്ല പ്രവാചകൻ നൽകിയിട്ടുള്ളത്, അതുപോലെ തന്നെ പ്രശംസപത്രവും പ്രവാചകൻ നൽകി. 2 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പ്രവാചകൻ അദ്ദേഹത്തെ പ്രശംസിച്ചിട്ടുള്ളത്. ഒന്ന് ക്ഷമയാണ്, മറ്റൊന്ന് അവധാനതയാണ് എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകേണ്ട ഒന്നാണ് എന്ത്? അവധാനത എന്ന്. തിരക്ക് കൂട്ടുക എന്ന് പറയുന്നുണ്ടല്ലോ അല്ലേ? അതിനെ നമ്മൾ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. എല്ലാ മേഖലകളും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ സംസാരങ്ങളിൽ ഈ നിർദ്ദേശങ്ങൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരത്തെക്കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. അവിടുന്ന് പ്രവാചകൻ സംസാരിക്കുകയാണ് എങ്കിൽ, ഒരാളത് എണ്ണുകയാണ് എങ്കിൽ എണ്ണി ക്ലിപ്തപ്പെടുത്താമായിരുന്നു. അത്ര സാവകാശത്തിൽ ആളുകൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരങ്ങൾ നടത്തിയിരുന്നു എന്നുള്ളതാണ് ഇമാം അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ചില കാര്യങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞു, ധൃതി കാണിക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ചില കാര്യങ്ങളിൽ ധൃതി കാണിക്കരുത് എന്നും നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ധൃതി കാണിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഏതൊക്കെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരാൾ അല്ലാഹുവിലേക്ക് പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടാത്തതിൽ അയാൾ ഒരിക്കലും തന്നെ ധൃതി കാണിക്കരുത് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, യുസ്തജാബു ലി അഹദികും മാ ലം യഅജൽ യഖൂലു ദഅവതു ഫലം യുസ്തജാബു ലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിൽ നമുക്ക് വിശദീകരിച്ചു തരുന്നത്, ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ടും എനിക്കുത്തരം ലഭിക്കുന്നില്ല എന്ന് പറയാതിരിക്കുന്ന കാലമത്രയും അയാളുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കപ്പെടും. പ്രവാചകന്റെ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ലാ യസാലു യുസ്തജാബു ലിഅബ്ദിൻ മാ ലം യദഅ ബിൽ ഇസ്മി ഔ ഖതീഅതി റഹിമിൻ മാ ലം യസ്തഅജിൽ. തിന്മക്ക് വേണ്ടിയോ അതുപോലെ തന്നെ കുടുംബ ബന്ധം മുറിക്കാനോ അല്ലാത്ത പ്രാർത്ഥനകൾക്ക് അല്ലാഹു ഉത്തരം നൽകും. എന്നിട്ട് പ്രവാചകന്റെ പ്രയോഗം ഇങ്ങനെയാണ്, മാലം യസ്തഅജിൽ, അവൻ ധൃതി കാണിച്ചിട്ടില്ല എങ്കിൽ. പ്രവാചകൻ ഇവിടെ പ്രയോഗിച്ചത് ധൃതി കാണിച്ചിട്ടില്ല എങ്കിൽ. സ്വഹാബത്ത് പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്, ഖീല യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മൽ ഇസ്തിഅജാൽ, എന്താണ് ധൃതി കാണിക്കുക എന്ന് പറഞ്ഞാൽ? പ്രവാചകൻ അതിന് ഉത്തരം നൽകി,
ഖദ് ദഅഉതു വഖദ് ദഅഉതു ഫലൻ അറാ യസ്തജീബു ലീ. ഞാൻ ധാരാളം റബ്ബിനോട് പ്രാർത്ഥിച്ചു, പക്ഷേ ആ പ്രാർത്ഥനയ്ക്ക് എന്താണ് റബ്ബ് എനിക്ക് ഉത്തരം നൽകാത്തത്, ഉത്തരം ലഭിച്ചിട്ടില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേ, നിരാശ നടിച്ചുകൊണ്ടേ പ്രാർത്ഥന തന്നെ ഒഴിവാക്കുന്ന മനുഷ്യൻ, അവനെക്കുറിച്ചാണ് പ്രവാചകൻ ധൃതി കാണിക്കുന്നവൻ എന്ന് പറഞ്ഞു തന്നിട്ടുള്ളത്. ഒരാൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹു അയാൾക്ക് ഉത്തരം കൊടുക്കുക 3 രൂപത്തിലാണ്. ഒന്ന് പെട്ടെന്ന് കൊടുക്കും, രണ്ടാമത്തത് അതിനേക്കാൾ മറ്റു വലിയ പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹുവിനെ രക്ഷപ്പെടുത്തും. ചോദിച്ചത് കൊടുക്കൂല എന്നർത്ഥം, മറ്റു വല്ലതും അള്ളാഹു കൊടുക്കും. അല്ലെങ്കിൽ അള്ളാഹു പരലോകത്തിലേക്ക് എന്താക്കും, മാറ്റിവെക്കും. ഇതാണ് ഒരു വിശ്വാസി പ്രാർത്ഥനയിൽ സ്വീകരിക്കേണ്ടത്. ഞാൻ എത്ര കാലമായി എൻ്റെ പല ആവശ്യങ്ങളും ചോദിക്കുന്നു, എന്തെല്ലാം ഞാൻ റബ്ബിനോട് പറയുന്നു, എന്താ എനിക്ക് മാത്രം ഇങ്ങനെ, എനിക്കെന്താ അതൊന്നും കിട്ടാത്തത് എന്ന് ധൃതി കാണിക്കരുത് എന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുള്ളത്. രണ്ടാമത്തത് ധൃതി കാണിക്കാൻ പാടില്ലാത്തത്, നമസ്കാരത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ സാവകാശവും സമാധാനവും പാലിക്കണമെന്ന് നമ്മളോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ പള്ളിയിലേക്ക് നമ്മളിങ്ങനെ കടന്നു വരുമ്പോൾ ഇവിടെ ഇമാമ് നമസ്കാരം തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്കറിയുന്ന സൂറത്താണ് ഇമാം ഓതുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ എന്താക്കും, ആ ഒരു ആദ്യത്തെ റക്അത്ത് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് എന്താക്കും, വുളു തിരക്ക് കൂട്ടിയിട്ട് നമ്മൾ പള്ളിയിലേക്ക് എന്തായാലും ഓടി കതച്ചുകൊണ്ട് കടന്നു വരും. ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഇത് സ്വാഭാവികമായിട്ടും എനിക്കൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യങ്ങളാണ്. നല്ലൊരു ശ്രദ്ധ നമുക്കുണ്ടാകണം. അബൂ ഖതാദ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്ത് ഒരിക്കലും ഇങ്ങനെ നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആളുകൾ എന്താക്കി, നമസ്കാരത്തിന് വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല തിരക്ക് കൂട്ടി ബഹളങ്ങളൊക്കെ ഉണ്ടാക്കി പള്ളിയിലേക്ക് കയറി വന്നു. നമസ്കാരം കഴിഞ്ഞ ഉടനെ ഒരു ഹദീസിൽ പ്രവാചകന്റെ മുഖം ചുവന്നു എന്നാണ്, അത്ര ദേഷ്യത്തോടു കൂടി പ്രവാചകൻ ചോദിച്ചു, നിങ്ങളുടെ കാര്യം എന്താണ്? അപ്പൊ അവര് പ്രവാചകനോട് പറഞ്ഞു, റസൂലേ, നമസ്കാരത്തിന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ എന്താക്കി, നമസ്കാരം ലഭിക്കാൻ വേണ്ടി ഞങ്ങൾ ധൃതി കാണിച്ചതാണ്. നമസ്കാരത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ധൃതി കാണിച്ചിട്ടുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, നിങ്ങൾ നമസ്കാരത്തിന് ധൃതി കാണിക്കരുത്. നിങ്ങൾക്ക് എന്താണോ ഇമാമിൽ നിന്ന് കിട്ടുന്നത് അത് നിങ്ങൾ നമസ്കരിക്കുക. എന്താണോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ആ നഷ്ടപ്പെട്ടത് നിങ്ങൾ പൂർത്തീകരിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലകളാണ്. മറ്റൊന്ന്, നമസ്കരിക്കുമ്പോൾ നമുക്കൊരിക്കലും തന്നെ ധൃതികൾ ഉണ്ടാകാൻ പാടില്ല. ചിലതൊക്കെ നമസ്കാരം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സൂപ്പർ ഫാസ്റ്റാണ്, റുക്കുവും സുജൂദുകളൊന്നും അതിൻ്റെ ഒരു തുമഅനീനത്തും ഇല്ലാതെ, അടുക്കവും ഒതുക്കവും ഒന്നും ഇല്ലാതെ ഭയങ്കര ഫാസ്റ്റ് ആയിക്കൊണ്ടൊക്കെ നമസ്കരിക്കുന്ന ആളുകളുണ്ട്. പ്രവാചകന്റെ നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞു തന്നിട്ടുള്ളത്, പ്രവാചകൻ തൻ്റെ നമസ്കാരത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ടാണ് നമസ്കരിച്ചിട്ടുള്ളത്. അപ്പൊ തിരക്കില്ലാതെ നിർവഹിക്കേണ്ട ആരാധന കർമ്മമാണ് ഇത് നമസ്കാരം എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും കേട്ടൊരു ചരിത്രമാണ് പള്ളിയിലേക്ക് വന്ന ഒരാൾ നമസ്കരിച്ചു, ധൃതിയിൽ 3 വട്ടം നമസ്കരിച്ച ആളോട് പ്രവാചകൻ പറഞ്ഞത് എന്താ? ഫഇന്നക ലം തുസല്ലി, നീ നമസ്കരിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പ്രവാചകനോട് പറഞ്ഞിട്ടുള്ള അയാൾ, ഇതിനേക്കാൾ നന്നാക്കി എനിക്ക് നമസ്കരിക്കാൻ അറിയില്ല. പ്രവാചകൻ അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്തത് എന്താ? നീ ഓരോ കർമ്മങ്ങളും, അതിലെ റുക്കോഴ്, അതിലെ സുജൂദ്, അതിലെ ഇരുത്തങ്ങൾ അതൊക്കെ നീ ചെയ്യുമ്പോൾ നിനക്ക് എന്ത് വേണം?
അടുക്കം വേണം, ഒതുക്കം വേണം, ശാന്തത വേണം. എന്നിട്ട് പ്രവാചകന്റെ ഒരു വാക്കുകൂടി അതിൽ ഇങ്ങനെയുണ്ട്: കോഴി ധാന്യം കുത്തുന്നത് പോലെ ധൃതിയിൽ നിങ്ങൾ നമസ്കരിക്കരുത്. ചില റുക്കോഴും സുജൂദൊക്കെ അങ്ങനെയാണ് ചിലരുടേത്. കോഴി ധാന്യം കുത്തുന്നത് പോലെയാണ് ചില ആളുകളുടേത്. അത്ര സ്പീഡാണ്, അത്ര തിരക്കാണ്. നോക്കൂ നിങ്ങൾ, എന്തിനു വേണ്ടിയിട്ടുള്ള തിരക്കാണ്? ദുനിയാവിലെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തിരക്കാണ്. റബ്ബിന്റെ മുമ്പിൽ ഒന്ന് അവധാനതയിൽ തിരക്കില്ലാതെ അള്ളാഹുവിനോട് സംസാരിക്കേണ്ട, അള്ളാഹുവിനോട് മുനാജാത്ത് നടത്തേണ്ട നമസ്കാരങ്ങളിൽ തിരക്കുണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വിശദീകരിച്ചു തരുന്നത്. മറ്റൊന്ന്, നമുക്ക് ധൃതിയില്ലാതിരിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, പല വാർത്തകളും പല കാര്യങ്ങളും നമ്മളൊക്കെ കേൾക്കാറുണ്ട്. സോഷ്യൽ മീഡിയകളിലൂടെ കടന്നു വരുന്ന പലതും, അതൊന്നും അതിൻ്റെ നിജസ്ഥിതികൾ അറിയാതെ നമ്മൾ എന്താക്കും, വേഗം കിട്ടിയ സാധനം വേഗം ഫോർവേഡ് എന്ന സ്വഭാവം നാളുകളിലൊക്കെ കണ്ടുവരുന്നുണ്ട്. അതുണ്ടാകാൻ പാടില്ല. ചില ആൾ, മരിക്കാത്ത ആളുകൾ നമ്മൾ മരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് എന്താക്കുക, വേഗം കിട്ടിയ സാധനം വേഗം നമ്മൾ ഒന്നും അന്വേഷിക്കൂല. അതിൻ്റെ സത്യാവസ്ഥ എന്താണ്, അല്ലേ, അതുള്ളതാണോ യാഥാർത്ഥ്യമാണോ എന്നൊന്നും പരിശോധിക്കാതെ എന്താക്കും, ധൃതി പിടിച്ചുകൊണ്ട് ഫോർവേഡുകൾ ചെയ്യും. നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, യാ അയ്യുഹല്ലദീന ആമനു, ഏ വിശ്വസിച്ച ആളുകളെ, ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു അൻ തുസീബു ഖൗമൻ ബിജഹാലത്തിൻ ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഹുജറാത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തി തന്നിട്ടുള്ളത്, അധർമ്മകാരികളായിട്ടുള്ള ആരെങ്കിലും വല്ല വാർത്തകളുമായി കൊണ്ട് നിങ്ങളിലേക്ക് വന്നാൽ, നിങ്ങളെ സമീപിച്ചാൽ, നിങ്ങൾ അതിനെക്കുറിച്ച് വ്യക്തമായി കൊണ്ട് അന്വേഷിക്കണം. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന്, അതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് അത് അറിയാതെ നിങ്ങൾ അത് മറ്റുള്ള ആളുകളിലേക്ക് നിങ്ങൾ ഫോർവേഡ് ചെയ്താൽ, അത് മറ്റുള്ള ആളുകളിലേക്ക് നിങ്ങൾ പറഞ്ഞാൽ, അതുള്ള മറ്റുള്ള ആളുകളിലേക്ക് നിങ്ങൾ പ്രചരിപ്പിച്ചാൽ, വലിയ ആപത്തുകൾ, വലിയ ഖേദത്തിന് നിങ്ങൾ ഇടവരേണ്ടി വരുമെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് താക്കീത് നൽകിയിട്ടുള്ള കാര്യമാണ്. മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ, ഇന്ന് മതത്തിൻ്റെ പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. മതത്തിൻ്റെ പല കാര്യങ്ങളും ഇപ്പം നമ്മൾ ലൈവിൽ കാണുന്ന ഒന്നാണ് ഹിജാബ് എന്ന് പറയുന്നത്, അല്ലേ? ഹിജാബ് എന്ന് പറയുന്നത് ലൈവിലുള്ളൊരു കാര്യമാണ്. ഇത്തരം മതത്തിൻ്റെ കാര്യങ്ങൾ ബന്ധപ്പെടുമ്പോൾ അതിന് മതവിധി പറയാൻ പല ആളുകളും അതിന് ശ്രമിക്കാറുണ്ട്, അതിന് മതവിധികൾ പറയാൻ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താ ചോദിച്ചാൽ, മുസ്ലിം സമുദായത്തെ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ മതത്തിന് കോട്ടം വരുത്തുന്ന രൂപത്തിലുള്ള മതവിധികൾ നമ്മൾക്ക് ഒരിക്കലും തന്നെ പറയാൻ പാടില്ല. അവിടെയൊക്കെ നമ്മൾ എന്താക്കണം, എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വരുമ്പോഴത്തിന് ആൾക്കാരെന്തൊക്കെ എടുത്തു ചാടി അതിന് അഭിപ്രായം പറഞ്ഞ് പിന്നെ അതിന് അത് വളച്ചൊടിച്ച് ആകെ മുസ്ലിം സമുദായത്തെ മുഴുവനും പറയിപ്പിക്കുന്ന രൂപത്തിലേക്കുള്ള മറുപടികൾ സോഷ്യൽ മീഡിയകളിലൊക്കെ ഇന്ന് ധാരാളം കാണുന്നുണ്ട്. കാരണം എല്ലാവർക്കും ലൈവായിട്ട് ഇങ്ങനെ പോവാം, ഫേസ്ബുക്കിലായാലും ഒക്കെ ലൈവായിട്ട് നമുക്കിങ്ങനെ പിടിച്ചിട്ട് പലതും വിളിച്ചു പറയാൻ പറ്റിയൊരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ ചോദിച്ചാൽ, വിശുദ്ധ ഖുർആൻ നമ്മളോട് ഓർമ്മപ്പെടുത്തി തന്നിട്ടുള്ളത്, ഭീതിജനകമായിട്ടുള്ള എന്തു വർത്തമാനങ്ങൾ നിങ്ങളുടെ പ്രദേശങ്ങളിലൂടെ, നാടുകളിലൂടെ, സമൂഹത്തിലൂടെ കടന്നു വന്നാലും ശരി, അത് നിങ്ങൾ എന്താക്കണം, അല്ലാഹുവിലേക്കും റസൂലിലേക്കും തിരിച്ചുകൊണ്ട് വ്യക്തമായിട്ടുള്ള മറുപടികൾ നിങ്ങൾ നൽകണം. എങ്ങനെ? കൂടിയാലോചനകൾ നടത്തിക്കൊണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കൂടിയാലോചനകൾ നടത്തിക്കൊണ്ട് മാത്രമായിരിക്കണം അത്തരം കാര്യങ്ങളിൽ നമ്മൾ
മതവിധികൾ നടത്തേണ്ടത് എന്നുള്ളത്. അല്ലാതെ എടുത്തു ചാടി തിരക്ക് കൂട്ടി നമ്മൾ പലതും വിളിച്ചു പറയുന്നൊരവസ്ഥകൾ ഉണ്ടാകാൻ പാടില്ല. ഇന്ന് മുസ്ലിം എന്ന ഐഡന്റിറ്റിയിൽ ഇന്ന് പല ആളുകളും പറയുന്ന ഒരു വർത്തമാനമാണ് ഹിജാബ്, മുസ്ലിങ്ങളുടെ വസ്ത്രധാരണം. അത് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ നിർബന്ധമുള്ള കാര്യമൊന്നും അല്ല, അങ്ങനെ അടിച്ചേൽപ്പിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല എന്ന് ആരാ പറയുന്നത്? മുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകളാണിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു മുസ്ലിം അത് പറഞ്ഞാൽ അത് ഏറ്റുപാടാൻ ഇന്ന് സോഷ്യൽ മീഡിയകൾ, വാർത്തകളുണ്ട്. അതാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. മുസ്ലിമാണല്ലോ, മതത്തിന്റെ ലേവിലുള്ള ആളുകളാണല്ലോ ഇത് പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കാൻ ഇന്ന് ആളുകളുണ്ട്. അതാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലൊക്കെ നമുക്ക് എന്തുണ്ടാകണം? നല്ലൊരു ജാഗ്രത, നല്ലൊരു ശ്രദ്ധ ഇത്തരം വിഷയങ്ങളിൽ നമുക്കുണ്ടാകണം എന്നുള്ളതാണ്. മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താ ചോദിച്ചാൽ, വിജ്ഞാനങ്ങൾ നുകരുമ്പോഴും അറിവുകൾ നമ്മൾ അഭ്യസിക്കുമ്പോഴും ധൃതി കാണിക്കാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. പ്രവാചകന് വഹി ഇറങ്ങിയ സന്ദർഭത്തിൽ ആ ഖുർആനിന്റെ ആയത്തുകൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ സദസ്സിൽ നിന്ന് പിരിയുന്നതിന് മുമ്പേ അത് മനഃപ്പാഠമാക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ധൃതിയിൽ തന്റെ നാവുകളെ ചലിപ്പിച്ചു എന്നാണ് ചരിത്രങ്ങൾ നമുക്ക് രേഖപ്പെടുത്തി തരുന്നത്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനോട് പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്, ലാ തുഹർരിക് ലിസാനക ലിതഅജല ബിഹി. ല്ലേ, ആ ഖുർആനിനെ ധൃതിപ്പെട്ടുകൊണ്ട് ഹൃദിസ്ഥമാക്കാൻ നിന്റെ നാവിനെ നീ ചലിപ്പിക്കേണ്ടതില്ല. എന്നിട്ട് ഖുർആനിന്റെ പ്രയോഗം ഇന്ന അലൈനാ ജംഅഹു വ ഖുർആന. ആ ഖുർആനിനെ, ല്ലേ, ആ സമാഹരണത്തെ, ല്ലേ, അത് നിനക്ക് പഠിപ്പിച്ചു തരിക, ബോധ്യപ്പെടുത്തി തരുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ് എന്ന് പ്രവാചകനോട് അല്ലാഹു പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഇൽമ് നേടുമ്പോൾ അതിലൊക്കെ എന്ത് വേണം? ഒരു അവധാനതകൾ നമുക്ക് വേണം. വേഗം എടുത്തു ചാടി ക്രോസ് ചെയ്ത്, അല്ലേ, ഉത്തരം മുട്ടിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരവസ്ഥകൾ അങ്ങനെയല്ല. നമ്മളത് കൃത്യമായി കൊണ്ട് മനസ്സിലാക്കുക, പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങളിലൊക്കെ എന്താക്കണം? ശ്രദ്ധിച്ചുകൊണ്ട്, അല്ലേ, ഈ അവധാനത ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുക, ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രാവർത്തികമാക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ പ്രചരിക്കുന്ന ഒരു മതമാണ് ലിബറലിസം എന്ന മതം. നമ്മളൊക്കെ മനസ്സിലാക്കിയ ഒന്നാണ്. വലിയ തോതിലുള്ള ആസൂത്രണങ്ങളിലൂടെ നിർമ്മിച്ചെടുക്കുന്ന ഇസ്ലാമോഫോബിയ ഏറ്റവും രൂക്ഷമായിട്ടുള്ള വർത്തമാന കാലഘട്ടത്തിലൂടെയാണ് ഞാനും നിങ്ങളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. മതത്തിൻ്റെ അകത്തും പുറത്തുമുള്ള ബുദ്ധിജീവികളെന്ന് പറയപ്പെടുന്ന ആളുകൾ മതത്തിൻ്റെ നിയമങ്ങളെ ആക്രമിക്കുന്ന രംഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചിലർ ബോധപൂർവമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ട് ലിബറൽ ചിന്താഗതികൾ നമ്മുടെ മക്കളുടെ മനസ്സുകളിലേക്ക് ഇങ്ങനെ കുത്തിവെക്കുന്ന ഒരവസ്ഥകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇത്തരം രംഗങ്ങളിൽ ഒരു പരിഹാര മാർഗം എന്നുള്ളത്? വർത്തമാനകാലത്ത് നടന്ന സംഭവങ്ങൾ നമ്മളൊക്കെ പരിശോധിച്ചാൽ ഇപ്പം നമുക്കറിയാം, സൂംബ ഇന്ന് നമ്മളെ സ്കൂളുകളിലൊന്നും കാണുന്നില്ല, അല്ലേ? വന്നപ്പോൾ എന്തൊരു ആവേശമായിരുന്നു, അത് എതിർത്തപ്പം, അല്ലേ?
ആ എതിർത്ത വ്യക്തികളെ എത്ര ക്രൂശിക്കുന്ന രംഗങ്ങളാണ് നമ്മളൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. അതുപോയി മതത്തിൻ്റെ ഓരോ കാര്യങ്ങൾ മുമ്പിലേക്ക് ഇട്ട് അത് ചർച്ചയാക്കി മതത്തെ വികൃതമാക്കുന്ന രംഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും ലേറ്റസ്റ്റ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹിജാബ് എന്നുള്ളത്. നോക്കൂ നിങ്ങൾ, ഇതൊക്കെ ബോധപൂർവമായിട്ടുള്ള ചില ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരം ലിബറൽ ചിന്തകൾ നമ്മുടെ മക്കളിലേക്കൊക്കെ കടന്നു വരുന്നു. നമ്മൾ ആലോചിക്കുക. ഇപ്പൊ ഈ അടുത്ത് നമ്മുടെ സഹോദരന്റെ ഒരു കല്യാണം, നിക്കാഹ് കഴിഞ്ഞിട്ടാണ് നിക്കാഹ്. നമ്മൾ ആലോചിക്കണം, ഭാര്യയും ഭർത്താവുമായി കൊണ്ടൊന്ന് ജീവിക്കാൻ ഭാര്യ സമ്മതിക്കുന്നില്ല. ഭാര്യ പറഞ്ഞത് എന്താ നിങ്ങൾ, കെട്ടിയൊക്കെ പിടിച്ചോളി, നമ്മളൊരു ഫ്രണ്ട്സായിട്ട് നമുക്കിങ്ങനെ ജീവിക്കാം. നമ്മൾ ആലോചിക്കണം, എന്തൊക്കെ കൗൺസിലിങ്ങും എന്തൊക്കെ കാര്യങ്ങൾ കൊടുത്തിട്ടും അല്ലേ, ആ സ്ത്രീ പറഞ്ഞ വാക്കാണ് ഇതെന്ത്, നമുക്ക് ഫ്രണ്ട്സായിട്ടോടെ ജീവിക്കാം. ഇത്തരം ലിബറൽ ചിന്താഗതികൾ നമ്മുടെ മക്കളിലേക്കൊക്കെ കടന്നു വരികയാണ്. ഇനി വളർന്നു വന്ന പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പെൺകുട്ടികൾ നമ്മൾ ചോദിക്കുക, കല്യാണ പ്രായത്തിയ പെണ്ണുങ്ങളോട് നമ്മൾ ചോദിക്കുക, ഇപ്പൊ കല്യാണം നോക്കിയല്ലെന്ന് ചോദിച്ചു നോക്കി നിങ്ങൾ. ഏറ്റവും കൂടുതൽ പ്രതിസന്ധികൾ നേരിടുന്നത് അല്ലേ സ്ത്രീകളെ കിട്ടാനാണ്. ആണുങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് കല്യാണം കഴിക്കാൻ, പക്ഷെ പെണ്ണുങ്ങളില്ലാത്തൊരവസ്ഥകൾ. എന്താ പ്രശ്നം? അതിപ്പോൾ ഞാൻ ഇപ്പം കല്യാണം ഒന്നും കഴിക്കുന്നില്ല, ഞാനൊരു ജോലി ആവട്ടെ അല്ലേ. ജോലി ആയാലും എന്താവും, ഇപ്പം ഞാൻ 4 കാലിലൊക്കെ നിൽക്കുന്ന ഒരാളാണ് അല്ലേ, എനിക്കിൻ്റെ ഒരു സ്വാതന്ത്ര്യമുണ്ട്, അപ്പം ഞാൻ ചിലപ്പോൾ കല്യാണം കഴിക്കും, ചില കല്യാണം കഴിക്കൂല. ഇത്തരം വാദങ്ങളൊക്കെ എവിടുന്ന സഹോദരി സഹോദരന്മാരെ വന്നത്? ഇത്തരം ലിബറൽ മതത്തിൻ്റെ ലേബലുകളിൽ നിന്നാണ് ഇതൊക്കെ കടന്നു വന്നിട്ടുള്ളത്. നമ്മുടെ മക്കൾ അതിലേക്ക് എത്താതിരിക്കാൻ പരിഹാരം എന്തുണ്ട്? നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കണം. എല്ലാ മതത്തിൻ്റെ സംഘടനയുടെ ആളുകളും ഇതിന് ശക്തമായിട്ടുള്ള ക്യാമ്പയിനുകളും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. നമ്മുടെ മാനന്തവാടിയിൽ അതിനൊരു കൂട്ടായ്മ ഉണ്ടായിട്ടുണ്ട്. എല്ലാ മതത്തിൻ്റെ ആളുകളെയും ഒരുമിച്ചെന്നുകൊണ്ട് വികാസ് എന്ന രൂപത്തിൽ ഒരു പദ്ധതികൾ തയ്യാറാക്കി വച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രോഗ്രാം ലിബറലിസം, കുടുംബം, സമൂഹം എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് പ്രമുഖ എഴുത്തുകാരനും പ്രമുഖ പ്രാസംഗികനുമായിട്ടുള്ള ഡോക്ടർ അബ്ദുള്ള ബാസിൽ നാളെ അഥവാ ശനിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് ഗ്രീൻസ് എരുമത്തൂരിലെ ഗ്രീൻസ് ഓഡിറ്റോറിയത്തിൽ വെച്ചുകൊണ്ട് അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാം. എൻ്റെ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും സൂചിപ്പിക്കാനുള്ളത്, നിങ്ങളുടെ വീട്ടിലുള്ള മക്കളടക്കം കുടുംബസമേതം ആ പ്രോഗ്രാമുകൾ നിർബന്ധമായിട്ടും പങ്കെടുക്കണം. നമ്മുടെ മക്കളെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ കേൾപ്പിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കണം, അതിൻ്റെ അപകടങ്ങളെക്കുറിച്ച്. അതിനുള്ള വലിയൊരു അവസരമാണ് നമ്മുടെ മുമ്പിലുള്ളത്. നമുക്കറിയാം, ചാനൽ ചർച്ചകളിൽ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ ഒരു പണ്ഡിതനാണ്, അല്ലെങ്കിൽ ഒരു പ്രാസംഗികനാണ് ഡോക്ടർ അബ്ദുള്ള ബാസിൽ. സൂംബയുടെ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ മാധ്യമങ്ങളോട് പൊരുതിയ ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. നമ്മളൊക്കെ ചർച്ചകളിൽ കേട്ടതാണ്. ഹിജാബിന്റെ പേരിൽ പോലും അദ്ദേഹം ഒരു മാധ്യമയായിട്ടുള്ള ഒരു ലേഡിയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. മുസ്ലിം സ്കൂളുകളിൽ നാളെ മുതൽ പൊട്ട് തൊട്ട് വരണ്ട എന്ന് പറഞ്ഞാൽ, കുരിശിട്ടുകൊണ്ട് വരണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം എന്തായിരിക്കുമെന്ന് മുഖത്ത് നോക്കിക്കൊണ്ട് ചോദിക്കാൻ ആർജവം കാണിക്കുന്ന പണ്ഡിതന്മാർ നമ്മുടെ മുമ്പിലുണ്ട്. ഇനി ഉത്തരം പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം മറ്റൊരു ആളിലേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്തതാണ്. നമ്മൾ ആലോചിക്കണം. ഇത്തരം വിഷയങ്ങൾ നമുക്ക് എന്താക്കണം, നമ്മുടെ കുടുംബത്തിലുള്ള ഓരോ കുട്ടികൾക്കും സഹോദരി സഹോദരന്മാർക്കും കൃത്യമായി നമുക്ക് പഠിപ്പിച്ച് ബോധ്യപ്പെടുത്തിക്കൊണ്ട് അത്തരം ചിന്താഗതികളിലേക്ക് പോകാതിരിക്കണമെങ്കിൽ ഇത്തരം പ്രോഗ്രാമുകളിൽ ഒരു ഇടപെടൽ, ബോധപൂർവമായിട്ടുള്ള ഒരു ഇടപെടൽ നിങ്ങൾ ഉണ്ടാകണമെന്നുള്ളതാണ് ഈ ഒരു സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത്.
അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ദീനിനെ കൃത്യമായി മനസ്സിലാക്കാൻ, ബോധ്യപ്പെട്ടുകൊണ്ട് ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഒരു കൂട്ടർ സ്വർഗത്തിലേക്കും മറ്റൊരു കൂട്ടർ നരകത്തിലേക്കും വേർതിരിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് വേർതിരിക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രകൃതി ദുരിതങ്ങളിൽ നിന്നും, അസഹീനമായിട്ടുള്ള പരീക്ഷണങ്ങളിൽ നിന്നും, മാരകമായിട്ടുള്ള രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അള്ളാഹുവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ നമ്മളിൽ പലരും ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി കൊണ്ടൊക്കെ പ്രയാസപ്പെടുന്ന ആളുകളാണ്. അള്ളാഹു എല്ലാ പ്രയാസങ്ങളും ദൂരീകരിച്ച് തരുമാറാകട്ടെ. എല്ലാ ബുദ്ധിമുട്ടുകളും അള്ളാഹു നീക്കി തരുമാറാകട്ടെ. സുഖവും സൗഖ്യവും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഉ മിനൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് اللهم اجرنا من النار اللهم اجر والدينا من النار ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين اللهم صل على محمد.